ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ഹമാസ് 3 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചു. റോമി ഗോണൻ, ഡോറൻ സ്റ്റെയിൻബ്രേച്ചർ, എമിലി ദമാരി എന്നിവരാണ് ആദ്യം മോചിതരായത്. 90 പലസ്തീൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിച്ചു. 15 മാസം നീണ്ട അശാന്തിക്കും രക്തച്ചൊരിച്ചിലിനുമാണ് ഇതോടെ താൽക്കാലിക ആശ്വാസമായത്. പലസ്തീൻ തടവുകാരുമായി ബസ്സുകൾ വെസ്റ്റ് ബാങ്കിലെ റാമല്ലയിൽ എത്തിയപ്പോൾ ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഇസ്രായേൽ ജയിലുകളിൽ നിന്നും മോചിതരായവരിൽ വെസ്റ്റ് ബാങ്കിൽ നിന്നും ജെറുസലേമിൽ നിന്നുമുള്ള 69 സ്ത്രീകളും 21 കൌമാരക്കാരും ഉൾപ്പെടുന്നുവെന്ന് ഹമാസ് അറിയിച്ചു. ഇന്നലെ ഗാസ പ്രാദേശിക സമയം രാവിലെ 11:15 ഏകദേശം 3 മണിക്കൂർ വൈകിയാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ആദ്യഘട്ടത്തിൽ മോചിക്കപ്പെടുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് പുറത്തുവിട്ടതോടെയാണ് കരാർ നിലവിൽ വന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ 47,000 പലസ്തീനികളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. യുദ്ധത്തിൽ 400ഓളം ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടു. അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിനെതിരെ ദേശീയ സുരക്ഷാ മന്ത്രി ഉൾപ്പെടെ 3 മന്ത്രിമാർ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. കരാർ താൽക്കാലികമായി പ്രാബല്യത്തിൽ വന്ന സ്ഥിതിക്ക് മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചതായി ഇവർ അറിയിച്ചു.